ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 30, 4-ാമത്തെ ശ്ലോകം. കഠിനമായ പയോവ്രതം ഏറ്റവും നന്നായി അനുഷ്ഠിച്ച അതിഥിക്ക് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഭവതിയുടെ മകനായി ജനിക്കും എന്ന് പറഞ്ഞ് മറിഞ്ഞുവല്ലോ. അതിനുശേഷം അതിഥിക്ക് വലിയ സന്തോഷമായി, കൃതകൃത്യയായി ആശ്രമത്തിലേക്ക് ആ സമയത്ത് കശ്യപ മഹർഷി വന്നു. കശ്യപനും കാശ്യപനൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ കാശ്യപ മഹർഷി ത്രികാലജ്ഞാനിയാണ്, യോഗിയാണ്, സദാ തപസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഭഗവാൻ വരുന്നതായിട്ട്, തന്നിൽ പ്രവേശിക്കുന്നതായിട്ടും അതിഥിക്ക് മകനായി ജനിക്കാൻ പോകുന്നതായിട്ടും ഒക്കെ കശ്യപ പ്രജാപതി അറിഞ്ഞു. അങ്ങനെ തൻ്റെ തപസ്സുവിൻ്റെ ആ പ്രഭാവത്തോടു കൂടിയ വീര്യത്തെ അതിഥിയിൽ ആദാനം ചെയ്തു. ആ ഗർഭസ്ഥ ശിശുവിനെ ബ്രഹ്മാവ് പ്രകീർത്തിച്ചു. അങ്ങനെ പുണ്യമായ തിരുവോണ ദിവസം അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിച്ചു. ശംഖചക്രഗദ പത്മങ്ങളോട് കൂടിയിട്ടുള്ള ദിവ്യമായ ആ ശിശുവിനെ അവരെല്ലാവരും കണ്ടു. ശ്ലോകം. ത്വം കാശ്യപേ തപസി സന്നിദധത് തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്ര പ്രാസൂത ച പ്രകടവൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. അർത്ഥം നോക്കാം. തദാനീം, ആ സമയത്ത് അതിഥിക്ക് ഭഗവാൻ ദർശനം നൽകി. താൻ അങ്ങേക്ക് ഭവതിക്ക് മകനായി ജനിക്കുമെന്നൊക്കെ പറഞ്ഞ് മറഞ്ഞ് അധികം വൈകാതെ ത്വം കാശ്യപേ തപസി സന്നിധദത്, കാശ്യപൻ്റെ തപസ്സി എന്നിവിടെ പറഞ്ഞാൽ വീര്യത്തിൽ, കാശ്യപ പ്രജാപതിയുടെ തപോവീര്യത്തിൽ ഭഗവാൻ സന്നിധാനം ചെയ്തുകൊണ്ട് അതിഥേ ഗർഭം പ്രാപ്ത അസി, അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. വിധാത്ര പ്രണുത, ഇതെല്ലാം അറിയുന്ന ബ്രഹ്മാവ് അതിഥിയുടെ ഗർഭസ്ഥനായ ഭഗവാനെ സ്തുതിച്ചു. വേഗം തന്നെ ആ അതിഥി ദ്വാദശി ശ്രവണ പുണ്യദിനെ, ശ്രാവണ ദ്വാദശി പുണ്യദിവസത്തിൽ പ്രകട വൈഷ്ണവ ദിവ്യരൂപം, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ പ്രകടമായ വൈഷ്ണവ രൂപമുണ്ടായിരുന്നു. മിന്നും പൊന്നും കിരീടം, ശംഖചക്രഗദ പങ്കജം പീതവാസം മനമാല, അങ്ങനെ എല്ലാം തികഞ്ഞ വൈഷ്ണവ രൂപത്തോടു കൂടിയാണ് ഭഗവാൻ ജനിച്ചത്. ഭവന്തം പ്രാസൂതച, അങ്ങനെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഭഗവാനെ അതിഥി പ്രസവിക്കുകയും ചെയ്തു. ചിങ്ങമാസത്തിൽ വെളുത്ത പക്ഷത്തിൽ ദ്വാദശിയും തിരുവോണ നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗമായ അഭിജിത്ത് എന്ന മുഹൂർത്തവും കൂടി ചേർന്ന സമയത്താണ് അതിഥി ഭഗവാനെ പ്രസവിച്ചത്. വിജയ ദ്വാദശി എന്നുകൂടി അറിയപ്പെടുന്ന ആ പുണ്യദിനത്തിൽ മധ്യാഹ്നത്തിലെ നട്ടുച്ച സമയത്താണ് ഭഗവാൻ പിറന്നത്. ദ്വാദശ്യാം സവിതാതിഷ്ഠൻ മധ്യദിനഗതോ നൃപ വിജയാനാമസ പ്രോക്ത യസ്യാം ജന്മവിദുർഹരേ, ഹരിയുടെ ജന്മം, വാമനമൂർത്തിയുടെ അവതാരമുണ്ടായത് ഈ പുണ്യസമയത്താണ്. അങ്ങനെ കശ്യപ തപോവീര്യത്തെ ആശ്രയിച്ച് അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ആ വിഷ്ണു ഭഗവാന്റെ സ്തുതിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ശ്രാവണമാസം തിരുവോണം നക്ഷത്രത്തിൽ മധ്യാഹ്ന സൂര്യൻ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന വിജയ എന്ന വെളുത്ത ദ്വാദശി ദിവസം സകല വൈഷ്ണവ ചിഹ്നങ്ങളും തികഞ്ഞ് ഭഗവാൻ ഭൂജാതനായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അങ്ങനെ ആ വാമന ജയന്തി അഥവാ തിരുവോണം ആഗതമായി. ത്വം കശ്യപേ തപസി സന്നിധധത് തദാനീം, ആ സമയത്ത് അങ്ങ് കശ്യപ മഹർഷിയുടെ തപസ്സിൻ്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തിട്ട് പ്രാപ്തോസി ഗർഭം അതിഥേ, അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു.
പ്രണുതോ വിധാത്ര, വിധാതാവ് ബ്രഹ്മാവ് സ്തുതിച്ചു. പ്രാസൂത ച, അതിഥി പ്രസവിച്ചു. പ്രകട വൈഷ്ണവ ദിവ്യരൂപം, പ്രസവിച്ച ഉടനെ ഭഗവത് ചിഹ്നങ്ങളെല്ലാം തികഞ്ഞ ദിവ്യമായ ഒരു ശിശു ആയിരുന്നു അത്. സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം, ഭഗവാൻ ജനിച്ചത് ശ്രാവണ മാസത്തിലെ വെളുത്ത ദ്വാദശിയാകുന്ന പുണ്യ ദിവസത്തിൽ ആയിരുന്നു. ആ ദിവസത്തിനെയാണ് തിരുവോണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അല്ലാതെ മഹാബലി വന്നു പോണ ദിവസം എന്നല്ല. വാമന ജയന്തിയാണ് അതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പക്ഷേ ഇതൊരു പ്രാദേശിക ഉത്സവമൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഐതിഹ്യത്തിന് അതിൽ കൂടുതൽ പ്രാധാന്യം കിട്ടിയിട്ടുള്ളത്. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമതിദേ പ്രണുതോ വിധാത്ര പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. അടുത്ത ശ്ലോകം കൂടി നോക്കാം. അങ്ങനെ ഭഗവാൻ ഭൂമിയിൽ ജനിച്ച സമയത്ത് സകല സജ്ജനങ്ങളുടെയും ഹൃദയം വലിയതായ ഒരു സന്തോഷം, കാരണം അറിയാത്തൊരു സന്തോഷം കൊണ്ട് വന്ന് നിറഞ്ഞു. സകല ജീവജാലങ്ങളുടെയും ഭഗവാനെ കാണാൻ ആകാശത്ത് ദേവന്മാർ നിരന്നു. അവർ സ്തുതിച്ചു. അതിഥിയുടെ ആശ്രമം നിറയെ ദേവന്മാരുടെ പാരിജാത പുഷ്പങ്ങൾ പുഷ്പവൃഷ്ടി കൊണ്ട് അലങ്കരിക്കപ്പെട്ടു. ശംഖനാദമുണ്ടായി, പെരുമ്പറ, അപ്സരസുകളുടെ നൃത്തം, സർവത്ര സ്തുതികൾ. കശ്യപനും അതിഥിയും ശംഖചക്രഗദ പങ്കജധാരിയായിട്ടുള്ള ഭഗവാനെ തൊഴുതു. ജയിച്ചാലും ജയിച്ചാലും എന്ന് അവരും പറഞ്ഞു. എന്നാൽ സകലരും നോക്കി നിൽക്കെ തന്നെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഭഗവാന്റെ ആ രൂപം പെട്ടെന്ന് കാണാതായി. പകരം അവിടെ ഒരു 7-8 വയസ്സായിട്ടുള്ള ഒരു കുറിയ ശരീരത്തോടു കൂടിയ ഒരു ബ്രഹ്മചാരിയായി ഭഗവാൻ വാമനമൂർത്തിയായി പ്രത്യക്ഷപ്പെട്ടു. അതാണ് 5ാമത്തെ ശ്ലോകത്തിൽ. ശ്ലോകം: പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർ ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യാം ത്വം തൽക്ഷണേ പടുതമം വടുരൂപമാധാ. അർത്ഥം: സുരഗണേ ഹർഷാകുലെ, ദേവസംഘങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് മതിമറന്നു. കൃതതൂര്യഘോഷേ, പെരുമ്പറയും മംഗളവാദ്യങ്ങളും ഒക്കെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. തം പുണ്യാശ്രമം, അങ്ങനെ ആ പാവനമായ അതിഥിയുടെ ആശ്രമം പുഷ്പവർഷായി അഭിവർഷതി, പരിശുദ്ധമായിട്ടുള്ള പാരിജാതപ്പൂക്കളുടെ വർഷങ്ങളാൽ അവിടെ അലങ്കരിക്കപ്പെട്ടു. അഞ്ജലിം ബദ്ധ്വ, ആ സമയത്ത് അഞ്ജലി കൂപ്പിക്കൊണ്ട് കൈകൾ തൊഴുതു പിടിച്ചുകൊണ്ട് ജയ ജയ ഇതി പിതൃഭ്യാം നുത, പിതൃഭ്യാം എന്ന് പറഞ്ഞാൽ പിതാവും മാതാവും രണ്ടുപേരും കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ ജയിക്കുക ജയിക്കുക എന്ന് നുത സ്തുതിക്കപ്പെട്ടു. ത്വം തൽക്ഷണേ, ആ സമയത്ത് ഉടനെ തന്നെ ഭഗവാൻ പടുതമം, ഏറ്റവും സമർത്ഥമായി, ഒരു ലക്ഷ്യത്തിന് പിറന്നിട്ടുള്ളതാണ്, അതിന് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വിധം വടുരൂപമാധ, വാമനരൂപത്തെ, ബ്രഹ്മചാരി രൂപത്തെ സ്വീകരിച്ചു. ദേവന്മാർ ഏറ്റവും സന്തോഷിച്ച് പെരുമ്പറ മുഴക്കി പുഷ്പവർഷം നടത്തി, അപ്സരസുകൾ നൃത്തം ചെയ്തു, പാട്ടുപാടി. എങ്ങനെയാണ് ചെയ്യാതിരിക്കുക? അവർക്ക് വേണ്ടിയിട്ടാണല്ലോ, അവരുടെ സ്വർഗം തിരിച്ച് അവർക്ക് തന്നെ നേടിക്കൊടുക്കാനാണ് ഭഗവാൻ ഈ കാര്യമൊക്കെ ചെയ്യണത്. പുണ്യാശ്രമം തം അഭിവർഷതി പുഷ്പവർഷൈ, ആ അതിഥിയുടെയും കശ്യപൻ്റെയും ആ പുണ്യമായിട്ടുള്ള ആശ്രമം പുഷ്പങ്ങളാൽ നിറഞ്ഞു. ഹർഷാകുലേ സുരഗണേ കൃതതൂര്യഘോഷം, വാദ്യഘോഷങ്ങൾ ആകാശത്തിൽ മുഴങ്ങി. ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യാം, പിതൃക്കൾ അച്ഛനും അമ്മയും ജയിക്കുക ജയിക്കുക എന്ന് പറഞ്ഞ് കുട്ടിയെ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി.
ത്വം തൽക്ഷണേ, ആ നിമിഷം തന്നെ ഭഗവാൻ എല്ലാവർക്കും ദർശനം കൊടുത്തതിന് ശേഷം രൂപം മാറ്റിയിട്ട് പടുതമം, തൻ്റെ ജന്മലക്ഷ്യം സാധിക്കാൻ ഏറ്റവും സമർത്ഥമായിട്ടുള്ള വടുരൂപം ആധ, ബ്രഹ്മചാരിയുടെ രൂപം ധരിക്കുകയും ചെയ്തു. ശ്ലോകം ഒന്നുകൂടി വായിക്കാം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർ ഹർഷാകുലേ സുരഗണേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത